ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി കനത്ത ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയത്. ഇസ്രായേലിലെ 5 സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ഏറ്റവും ഒടുവിൽ ആക്രമണം നടത്തിയതെന്ന് ഇറാനിലെ മാധ്യമമായ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തെലവീവിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ജനറൽ സ്റ്റാഫ് കെട്ടിടം, ഹദേര പവർ സ്റ്റേഷൻ, ടെലവീവിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം, അഷ്ദോദ് തുറമുഖം, വടക്കൻ ചെങ്കടലിൽ MSC എബി കപ്പൽ എന്നിവ ലക്ഷ്യമിട്ട് 5 പ്രത്യേക സൈനിക ഓപ്പറേഷനുകൾ നടത്തിയതായി യമൻ സായുധ സേന പ്രഖ്യാപിച്ചു. നിരവധി ഡ്രോണുകളും ഒരു ക്രൂസ് മിസൈലും ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. സമദ് 4 ഡ്രോണുകൾ ഉപയോഗിച്ച് 4 ഡ്രോൺ ഓപ്പറേഷനുകൾ നടത്തിയതായി യമൻ സായുധ സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി പറഞ്ഞു. ആദ്യത്തേത് ടെലവീവിലെ ജനറൽ സ്റ്റാഫ് കെട്ടിടത്തെ ലക്ഷ്യമിട്ടപ്പോൾ ബാക്കിയുള്ള 3 ഹദേര പവർ സ്റ്റേഷൻ, ബെൻ ഗുരിയോൺ വിമാനത്താവളം, അഷ്ദോദ് തുറമുഖം എന്നിവ ആക്രമിച്ചു. എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി തകർത്തതായി ഹൂതി വക്താവ് അവകാശപ്പെട്ടു. വ്യോമസേനയും മിസൈൽ യൂണിറ്റും സംയുക്തമായാണ് MSC എബി എന്ന കപ്പലിനെതിരെ ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ അറിയിച്ചു. പലസ്തീനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ലംഘിച്ചതിനും ഇസ്രായേൽ ഭരണകൂടവുമായുള്ള ബന്ധത്തിനുമാണ് ആക്രമണം. 2 ഡ്രോണുകളും ഒരു ക്രൂസ് മിസൈലും ഉപയോഗിച്ചാണ് കപ്പലിനെ നേരിട്ട് ആക്രമിച്ചത്. ഗാസ മുനമ്പിലെ പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങളെന്ന് യമൻ സായുധ സേന വ്യക്തമാക്കി. സയനിസ്റ്റ് ശത്രുവിൻ്റെ വംശഹത്യയും സിവിലിയന്മാരെ പട്ടിണിക്കിടുന്നതിനുമുള്ള പ്രതികരണമായാണ് ആക്രമണങ്ങളെന്ന് ഹൂതികൾ പറയുന്നു. യമനിൽ നിന്നുള്ള ആക്രമണങ്ങളെ തുടർന്ന് ടെലവീവിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതായി കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. മിസൈൽ ആക്രമണത്തെ തുടർന്ന് ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് മുകളിലുള്ള വ്യോമാതിർത്തി അടച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച വടക്കൻ ചെങ്കടലിൽ വെച്ച് ഇസ്രായേൽ എണ്ണ ടാങ്കർ സ്കാർലറ്റ് റേയെ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി യമൻ സൈന്യം പ്രഖ്യാപിച്ചു. യമൻ സായുധ സേന പുറത്തിറക്കിയ ഏറ്റവും പുതിയ പ്രസ്താവന ഇങ്ങനെയാണ്: അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയ്ക്കും അവരുടെ പോരാളികൾക്കും വേണ്ടിയും ഗാസ മുനമ്പിലെ നമ്മുടെ സഹോദരന്മാർക്കെതിരെ സയനിസ്റ്റ് ശത്രു നടത്തുന്ന വംശഹത്യയുടെയും പട്ടിണിയുടെയും കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രതികരണമായും യമൻ സായുധ സേനയുടെ വ്യോമസേന 4 ഡ്രോണുകൾ ഉപയോഗിച്ച് 4 സൈനിക ആക്രമണങ്ങൾ നടത്തി. ആദ്യത്തേത് സമദ് 4 ഡ്രോൺ ഉപയോഗിച്ച് അധിനിവേശ ജാഫയിലെ സയനിസ്റ്റ് ശത്രുവിൻ്റെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനം ലക്ഷ്യമിട്ടു. മറ്റ് 3 ഹദേര പവർ സ്റ്റേഷൻ, ജാഫയിലെ ലോഡ് വിമാനത്താവളം, അധിനിവേശ പലസ്തീനിലെ അഷ്ദോദ് തുറമുഖം എന്നിവ ലക്ഷ്യമിട്ടു. എല്ലാ ആക്രമണങ്ങളും വിജയകരമായി ലക്ഷ്യത്തിലെത്തി. ചെങ്കടലിലും അറേബ്യൻ കടലിലും യമൻ വ്യോമസേനയും മിസൈൽ സേനയും സൈനിസ്റ്റ് ശത്രുവുമായി ബന്ധപ്പെട്ട കപ്പലിനെ ലക്ഷ്യമിട്ട് സംയുക്ത ആക്രമണം നടത്തി. 2 ഡ്രോണുകളും ഒരു ക്രൂസ് മിസൈലും ഉപയോഗിച്ച് വടക്കൻ ചെങ്കടലിലേക്ക് കപ്പലിനെ നേരിട്ട് ആക്രമിച്ചു. ഇങ്ങനെയാണ് ഹൂതികളുടെ പ്രസ്താവന. ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ പിന്തുണ നൽകുന്നത് തുടരുമെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യമൻ്റെ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് യമൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത്. 2 ആഴ്ചയ്ക്കിടെ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ യമൻ തലസ്ഥാനത്ത് നടത്തിയിരുന്നു.